ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതുപുത്തൻ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാഹുലിനെ മനു ഭ്രാന്താശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുകയാണ്. എന്നിട്ട് അയാൾക്ക് വേണ്ട ഷോക്കുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അയാളെ ഭ്രാന്തനാക്കാനാണ് മനുവിന്റെ തീരുമാനം. അത് കല്യാണിയും കിരണും ആവശ്യപ്പെടുന്നത് കൂടി കൊണ്ട് തന്നെയാണ്. ഇതിനിടയിലാണെങ്കിൽ മനുവിന്റെ ഒപ്പം കൂടെ കൂടുന്നുണ്ട് ശാരിയും സരയും. എന്നിട്ട് അയാളെ ഭ്രാന്തനാക്കുകയാണ്. അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അവർ കേൾക്കാൻ തയ്യാറാകുന്നില്ല. മനുവിനെ എന്താണ് അവൻ ആവശ്യപ്പെടുന്നത് അതനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണെങ്കിൽ രാഹുൽ ആശുപത്രിയിലാകുന്നത് മനുവിന് വലിയൊരു ആശ്വാസമാകുന്നുണ്ട്. മനു ആണെങ്കിൽ എത്രയും വേഗം ഇവരുടെ കയ്യിൽ നിന്നും പണവും അതുപോലെ ആഭരണങ്ങളൊക്കെ തട്ടണം, അത് വാങ്ങിച്ചെടുക്കണം, ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എന്നൊക്കെ തീരുമാനിക്കുകയും അതിനുശേഷം ശാരിയോടും സരയുനോടും പല കള്ളക്കഥകളും പറഞ്ഞിട്ട് എനിക്ക് ബിസിനസ്സിൽ വലിയ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്, അത് ചെയ്യണമെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാനൊന്നും പറ്റില്ല, അത് ബ്ലോക്കായി കിടക്കാണ്, അതിനെനിക്ക് ഇത്ര ലക്ഷം വേണം, അതിന് ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ശാരിയും സരയുവും പറയാണ് അതിനെന്താ മനുവേട്ടന് ഒരു ആപത്ത് വരുമ്പോൾ ഞങ്ങളല്ലേ മനുവേട്ടനെ സഹായിക്കാനുള്ളത്, അതുകൊണ്ട് തന്നെ മനുവേട്ടന് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരാം. അപ്പോൾ നമ്മുടെ ശാരിയും പറയുന്നുണ്ട് മോൻ എന്തിനാ അതിനൊക്കെ വിഷമിക്കുന്നത്, മോന് എന്ത് ആവശ്യപ്പെട്ടാലും ഞങ്ങളുടെ ഇപ്പോൾ അത്യാവശ്യം സ്വർണ്ണങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, ആ സ്വർണ്ണങ്ങളൊക്കെ മോന് തരാം, പിന്നെ അതെപ്പോഴെങ്കിലും ഞങ്ങൾക്കത് തിരികെ തന്നാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശാരിയുടെയും സരയുടെയും കയ്യിലുള്ള അത്യാവശ്യം സ്വർണ്ണങ്ങളൊക്കെ തന്നെ അവന് കൊടുക്കുകയും അതുപോലെ ബാങ്കിൽ നിന്ന് കുറച്ച് പണം എടുത്ത് അവർ മനുവിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മനു ആണെങ്കിൽ അതൊക്കെ തന്നെ എടുത്തു വാങ്ങിയിട്ട് രാഹുൽ അറിയാതെ തന്നെ അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും തന്നെ ശാരിയും സരയും രാഹുലിനെ അറിയിക്കുന്നൊന്നുമില്ല. ഭ്രാന്തനായ ഒരാളോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നൊക്കെയാണ് അവരങ്ങനെ തെറ്റിദ്ധരിച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ രാഹുലിനെ ഹോസ്പിറ്റലിലാക്കി ശാരിയുടെയും സരയുടെയും കയ്യിൽ നിന്ന് പണവും സ്വർണവും എല്ലാം തട്ടാനുള്ള ഒരു ഉപാധി കൂടി ഇതിനിടയിൽ അവൻ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്